സ്ഥാപിക്കാൻ ശ്രമിച്ചത് ഈ അവിഹിതമുണ്ട് എന്ന് ആ അവിഹിത കാരണത്താൽ ഭർത്താവ് റിദാൻ ഫാസിൽ ഈ പെൺകുട്ടിയുടെ ഭർത്താവിനെ കൊന്നു അവളെ സ്വന്തമാക്കാനുള്ള ശ്രമം നടത്തി. അതാണ് ഇന്റൻഷൻ. അതിലായിരുന്നു പോലീസ് അറിയുന്നത്. അത് അതിന്റെ ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം, ഈ കൊന്നു എന്ന് പറയുന്ന കേസിൽ ബുക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള ഷാൻ ഉൾപ്പെടെ ആ കുടുംബങ്ങൾ തന്നെ ഉണ്ട്. ഷാൻ പറയുന്നു, അങ്ങനെ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ഇന്നും അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവനെ കുറിച്ച് ഓർക്കുമ്പം എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അവൻ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ഞാൻ കുറ്റവാളിയാക്കപ്പെട്ടു. അപ്പൊ ഷാന്റെ വെർഷൻ എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ തന്നെ വൈകുന്നേരം ഈ കുട്ടി പറഞ്ഞതൊക്കെ ശരിയാണ്. 8:30 മണിയോട് കൂടിയിട്ട്, അതായത് ഒരു അരമണിക്കൂർ ഇവരവിടെ നിന്നു, ഒരു സിഗരറ്റ് വലിച്ചു. ഷാന് റിദാൻ ഫാസിലിന് ഫോൺ വന്നു, അതാ എന്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു. അവന് പോന്നു. അവന് അവിടുന്ന് മടങ്ങിയിട്ട് ഇടവണ്ണ വരുന്നു. ഇടവണ്ണ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി പെരുന്നാളിനുള്ള സാധനങ്ങൾ വാങ്ങുന്നു. വീട്ടിലേക്ക് പോകുന്നു. വീടിന്റെ അടുത്തെത്താൻ സമയത്ത് ഭാര്യ വിളിക്കുന്നു, കുറച്ച് ഫ്രൂട്ട്സ് കൂടി വാങ്ങണമെന്ന് പറയുന്നു. തിരിച്ച് അവൻ വീണ്ടും ഇടവണ്ണ വരുന്നു. ആ സാധനം കൂടി വാങ്ങി ഒരു 9:30 മണിയോടുകൂടി ഈ പറയുന്ന ഷാൻ വീട്ടിലെത്തിക്കുന്നുണ്ട്. അതിനുശേഷം വീട്ടിൽ പോയി ഈ ഷാന്റെ ചെറിയ കുട്ടിയുമായി അങ്ങാടിയിലേക്ക് ഷാൻ ഇറങ്ങുന്നുണ്ട്. 10:30-10:45 വരെ ഷാൻ അന്ന് ഇടവണ്ണ അങ്ങാടി, ഈ മുണ്ടങ്ങര അവന്റെ വീടിന് തൊട്ടടുത്തുള്ള ചെറിയ ഗ്രാമമാണ്, അങ്ങാടിയിലുണ്ട്. 10:30 പെരുന്നാളിന്റെ എന്താ പറയാ, ആ ഗ്രാമത്തിലുണ്ടാകുന്ന ഒരു സന്തോഷമൊക്കെ ഉണ്ടാവില്ല, അതിലൊക്കെ പങ്കെടുത്ത് വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ പോയി ഉറങ്ങുന്നു. 11 മണിക്ക് ഈ പറഞ്ഞതുപോലെ, ഈ പെൺകുട്ടി പറഞ്ഞതുപോലെ വിളിച്ചിട്ടുണ്ട്. അത് അവന് അക്നോളജ് ചെയ്യുന്നു. 1 മണിക്ക് വിളിച്ചു എന്നുള്ളത് അക്നോളജ് ചെയ്യുന്നു. 4 മണിക്ക് വിളിച്ചു എന്നുള്ളതും അക്നോളജ് ചെയ്യുന്നു. ഇത് കഴിഞ്ഞ് രാവിലെ ഈ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടി, അവന്റെ ഭാര്യയും കുട്ടിയും പള്ളിയിൽ നിന്ന് ഈദ്ഗാഹ ഉണ്ടാകും, പുറത്താണ്, ഗ്രൗണ്ടിലാണ് നമസ്കാരം. ആ നമസ്കാര സ്ഥലത്ത് നിന്ന് ഈ മരിച്ച വീട്ടിലേക്ക് എത്തുന്നു. അപ്പൊ മരിച്ച വീട് അറിയില്ല. അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ നിസ്കരിച്ച് കഴിഞ്ഞ പെരുന്നാൾ ചോറ് ഉണ്ടിട്ട് തിരിച്ചു വരാം, എന്നിട്ട് നമുക്ക് പോയി അന്വേഷിച്ച് നോക്കാം എന്ന് പറഞ്ഞു. അനിയനോട് പറയുന്നു, നീ പോയി നോക്ക്. അതൊക്കെ അവൻ അക്നോളജ് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ വീട്ടിലെത്തുമ്പോഴേക്കും ഇതായി കോള് വരുന്നു, ഇങ്ങനെ മരിച്ചു. കൊണ്ടുപോയ ഭാര്യയും കുട്ടിയും ആ വീട്ടിന്റെ റോഡിൽ ഇറക്കി അവൻ തിരിച്ചു വരുന്നു. തിരിച്ചു വന്നിട്ട് അവൻ നേരെ ഇടവണ്ണ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. ഇടവണ്ണ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് ഇങ്ങനെയാണ് സംഭവിച്ചത്, ഇന്നലെ രാത്രി ഞാനായിരുന്നു ലാസ്റ്റ് അവന്റെ കൂടെ ഞങ്ങൾ പിരിഞ്ഞു നിന്ന സമയത്താണ് എന്ന് പറഞ്ഞിട്ട് അവന് മരിച്ച സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോഴേക്ക് പോലീസ് വരുന്നു. പോലീസ് വന്ന ഉടനെ തന്നെ ഈ സ്റ്റേറ്റ്മെന്റുകൾ, ഈ കാര്യങ്ങൾ പറയുന്നു. അപ്പോ പിന്നെ വീട്ടിലേക്ക് പോകുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. വീട്ടിലേക്ക് പോയി ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു വരുന്ന 11 മണിയാകുമ്പോഴേക്ക് സ്റ്റേഷനിലേക്ക് എത്താൻ പറഞ്ഞു. അവൻ ഭക്ഷണം കഴിച്ച് തിരിച്ച് സ്റ്റേഷനിൽ വന്നു. അവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് ഇവനെ വണ്ടിയിൽ കയറ്റിയിട്ട് നിലമ്പൂരിൽ കൊണ്ടുപോയി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, അത് വെരിഫൈ ചെയ്യുന്നു, ഫോൺ വെരിഫിക്കേഷൻ നടത്തുന്നു, ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നു. വൈകുന്നേരം ആകുമ്പോഴേക്കും പോലീസിന്റെ സ്വഭാവം മാറുന്നു. അവൻ പറയുന്നുണ്ട്, എനിക്ക് മയ്യത്ത് നിസ്കരിക്കാൻ പോകണം, നിങ്ങൾ അതിനെങ്കിലും എന്നെ വിട്, അല്ലെങ്കിൽ പോലീസിന്റെ കൂടെ വരികയാണെങ്കിൽ വന്നോ. വിട്ടില്ല, പോയില്ല. രാത്രിയോടുകൂടി സ്വഭാവം മാറുന്നു. അന്ന് രാത്രി കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നു. പിറ്റേ ദിവസം തൊട്ട് 3 ദിവസം ക്രൂരമായിട്ടുള്ള മർദ്ദനം. ആ മർദ്ദനത്തിൽ മുഴുവൻ ഇവനോട് ആവശ്യപ്പെടുന്നത് എന്താണ്? ഈ മരിച്ച റിദാൻ ഫാസിലിന്റെ ഭാര്യയുമായി അവിഹിത ബന്ധം ഉണ്ട് എന്ന് ആ പെൺകുട്ടിയോട് എന്ത് പറഞ്ഞു? ഈ 2 വീട്ടുകാരും പറയും. ഇവനെ കൊണ്ട് അത് സമ്മതിപ്പിക്കാനുള്ള ഭയങ്കരമായ ശ്രമം, ക്രൂരമായ മർദ്ദനം. പെണ്ണിന് ഈ രീതിയിൽ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുരുഷനെ എങ്ങനെ പോലീസ് മർദ്ദിച്ചിട്ടുണ്ടെന്ന് നിൽക്കട്ടെ. 3 ദിവസം. അവസാനം അവൻ പറഞ്ഞു, ഇവന് വസ്ത്രങ്ങളില്ല, 3 ദിവസം ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല, ഭക്ഷണം കൊടുത്തിട്ടില്ല, വെള്ളം മാത്രം ലിമിറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. ഇതൊക്കെ അവൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളാണ്. അങ്ങനെ അവസാനം ഇത് എഴുതണം, നീ ഇത് സമ്മതിക്കണം എന്ന് പറഞ്ഞപ്പോൾ, എന്നെ കൊന്നാലും നിങ്ങൾ സമ്മതിക്കില്ല. അത് എന്റെ സുഹൃത്തിന്റെ ഭാര്യ, എന്റെ പെങ്ങളെ പോലെയാണ്, ഞാനത് സമ്മതിക്കില്ലെന്ന്. അവസാനം നിങ്ങൾ വേറെ എന്ത് പറഞ്ഞാലും ഞാനത് അംഗീകരിക്കാൻ പറഞ്ഞു. അപ്പോൾ പോലീസ് അതിനൊരു സ്റ്റോറി ഉണ്ടാക്കി. ആ കേസ് പരിശോധിക്കുന്ന പുതിയ
അവരിപ്പോ മുഖ്യമന്ത്രിയോട് പുനരന്വേഷണം ഏർപ്പെടുത്താൻ അല്ലെങ്കിൽ CBIക്ക് പോകാൻ നിൽക്കുകയാണ്. ഏത് ഏജൻസി വന്നാലും ഇത് പരിശോധിച്ചാൽ കാണാൻ കഴിയും. അങ്ങനെ അവനെ ക്രൂരമായി മർദ്ദിച്ച് കുറ്റസമ്മതം നടത്തുന്നു. ഇവനുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന് എഴുതുന്നു. ആ വൈരാഗ്യത്തിൽ കൊന്നതാണെന്ന് എഴുതുന്നു. അത് കുറ്റസമ്മതം നടത്തിയോട് കൂടിയിട്ട് പോലീസ് ഫ്രീ ആവും. ഈ സംഭവം നടന്ന ആ ദിവസം പോലീസ് ഇവന്റെ വീട് അരിച്ചു പെറുക്കിയതാണ്. വീടിന്റെ പരിസരം അരിച്ചു പെറുക്കിയതാണ്. പിറ്റേ ദിവസം കംപ്ലീറ്റ് അരിച്ചു പെറുക്കിയതാണ്. അങ്ങനെ മൂന്നാമത്തെ ദിവസം ഇവനോട് പറയുന്നു, നീ ഈ 2 മൊബൈൽ ഫോൺ, അവിടെയാണ് ഇതിന്റെ വിഷയം. ഈ പോലീസുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവരങ്ങൾ ഇദ്ദേഹത്തിന്റെ ഫോണിലുണ്ടായിരുന്നു. ഈ മരിച്ചത് നടത്താൻ കഴിഞ്ഞു. അതിന് പോലീസ് ഉണ്ടാക്കിയ സ്റ്റോറി, ഈ ഷാൻ എന്ന് പറയുന്ന പ്രതിയെ എടവണ്ണ ചാലിയാർപ്പുഴയുടെ പാലത്തിൽ കൊണ്ടുവന്ന് ഞാൻ പുഴയിലേക്ക് എറിഞ്ഞു എന്ന സ്റ്റേറ്റ്മെന്റ് പോലീസ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഷാനിനെ കൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് കൊടുപ്പിച്ചു എന്നാണ് ഷാൻ പറയുന്നത്. അങ്ങനെ എടവണ്ണ പാലത്തിൽ കൊണ്ടുവരുന്നു. പാലത്തിന്റെ മുകളിൽ നിന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഒരുപാട് മുങ്ങൽ വിദഗ്ധർ വരുന്നു. മുങ്ങുന്നു, പൊങ്ങുന്നു. ഒരു ഫോണും കിട്ടിയില്ല. വേറെ ഏതൊരു ഫോൺ അവിടെ നിന്ന് കിട്ടിയ ഇതുമായി ബന്ധപ്പെട്ട ഫോണല്ല. അത് കഴിയുന്നു. പിറ്റേ ദിവസം അവനോട് പറഞ്ഞു, അത് കുറ്റം ഈ പറഞ്ഞ രീതിയിൽ സമ്മതിച്ചതിന് ശേഷം അവന്റെ മർദ്ദനം തീർന്നു, എല്ലാം തീർന്നു. ഭക്ഷണം കിട്ടുന്നു, അവന് സിഗരറ്റ് കൊടുക്കുന്നു.